ഹായ്, ഞാൻ ഡോക്ടർ സുമി. ഡോക്ടർ സുമീസ് ആയുർവേദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് എള്ളിനെ കുറിച്ചാണ്. എള്ള് നമ്മുടെ ആഹാരത്തിലെല്ലാം ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? എന്നാൽ അതിൻ്റെ മെഡിസിനൽ വാല്യൂസ് അത് എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ എല്ലാവർക്കും എള്ള് വളരെ നല്ലതാണ്. എള്ള് ധാരാളം വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും വലിയ ഒരു കലവറയാണ്. കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ഓർമ്മശക്തി കൂട്ടുന്നതിന് എള്ള് നല്ലതാണ്. കൂടാതെ രോഗപ്രതിരോധ ശക്തിക്കും എള്ള് വളരെ നല്ലതാണ്. കൂടാതെ തലമുടിയുടെ ആരോഗ്യത്തിന് എള്ളെണ്ണ വളരെ നല്ലതാണ്. നമ്മുടെ സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾ, ചർമ്മത്തിന് നിറം കൂട്ടുക, ഇതൊക്കെ എള്ളിനെ കൊണ്ട് കഴിയും. കാരണം നമുക്കറിയാം, പ്രസവിച്ചു കൊടുക്കുന്ന സ്ത്രീകൾ ധാരാളമായിട്ട് അവർക്ക് എല്ലാം എള്ളെണ്ണയിലാണ് കൊടുക്കാറ് അല്ലെ. അപ്പം ഉണ്ടാക്കാനായാലും കുളിക്കാനായാലും ഒക്കെ നമ്മൾ എള്ളെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ആയുർവേദ മരുന്നുകളിൽ പ്രധാന ഒരു ഭാഗമാണ് തൈലങ്ങളെല്ലാം എള്ളെണ്ണയിലാണ് കാച്ചാറ് അല്ലെ. സ്ത്രീകൾക്ക് എള്ള് ഉപയോഗിക്കുന്നത് ഇത് മാത്രമല്ല, കാരണം എള്ള് ഫൈറ്റോ ഈസ്ട്രജന്റെ ഒരു വലിയ കലവറയാണ്. അപ്പോൾ സ്ത്രീകൾക്ക് പ്രത്യുൽപാദനപരമായ കാര്യങ്ങൾ, അതായത് അവയവ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ദൂരീകരിക്കുന്നതിനും എള്ള് വളരെ നല്ലതാണ്. ഇപ്പോൾ പെൺകുട്ടികൾക്ക് മെന്നാർക്കെ സംബന്ധമായ പ്രശ്നങ്ങൾ, PCOD സംബന്ധമായ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എള്ള് അവർക്ക് സ്ഥിരമായിട്ട് തന്നെ ശീലിക്കാവുന്നതാണ്. കൂടാതെ നമുക്ക് എള്ള് കൊണ്ട് മറ്റും പ്രധാനമായ ഉപയോഗങ്ങൾ ഒരുപാടുണ്ട്. എള്ള് ഫൈബർ റിച്ച് ആണ്. അപ്പം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ എള്ള് വളരെ ഹെൽപ്ഫുൾ ആണ്. കൂടാതെ അത് നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത ചീത്ത കൊഴുപ്പുകളെ നീക്കം ചെയ്യാൻ എള്ളിന് കഴിയും. അപ്പോൾ നമുക്ക് ഹൃദയ സംബന്ധമായ ആരോഗ്യം, കൂടാതെ രക്തസമ്മർദ്ദം കുറയ്ക്കൽ, ഇത്തരം കാര്യങ്ങൾക്കെല്ലാം എള്ള് വളരെയധികം സഹായം ചെയ്യുന്നുണ്ട്. കൂടാതെ പ്രമേഹ രോഗികൾക്കാണെങ്കിൽ അവർക്ക് ദിവസേന കുറച്ച് എള്ള് കഴിക്കാം എന്നത് വളരെ നല്ലതാണ്. അത് പ്രമേഹം കുറയ്ക്കുന്നതിന് വളരെ സഹായകരവുമാണ്. ഇങ്ങനെ നോക്കിയാൽ ഒരുപാട് അസുഖങ്ങൾക്ക് എള്ള് വളരെ നല്ലതാണ്. പണ്ട് കാലം തൊട്ടേ നമ്മുടെ ശീലത്തിൽ, ജീവിതശൈലി, ഭക്ഷണത്തെ ശീലത്തിൽ എള്ളുണ്ട് അല്ലേ. കാരണം നമുക്ക് പലതരം, നമ്മൾ എന്തുണ്ടാക്കിയാലും അതിലൊരു മണി എള്ള് ഇടാറുണ്ട്. ഇന്നത്തെ കാലത്ത് അത് ഒരുപാട് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ എള്ള് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ജീവിതശൈലിയിൽ ഉൾപ്പെടുത്താൻ പറ്റുക, നമുക്ക് അതുകൂടെ നോക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ വെറുതെ എള്ള് കൊടുത്താൽ അവർ കഴിക്കത്തില്ല, എള്ളെണ്ണ കൊടുത്താലും കഴിക്കില്ല. അപ്പോൾ അവർക്ക് എങ്ങനെ എള്ള് കൊടുക്കാം? അവർക്ക് എള്ള് ശർക്കരയുമായി ചേർത്ത് എള്ളുണ്ടയായി കൊടുക്കാം. അപ്പോൾ അത് നല്ല ഒരു പോഷകമൂല്യമുള്ള ഇതാണ് ഈ എള്ളുണ്ട. കൂടാതെ തന്നെ നമുക്ക് ആവിൽ വിളയിക്കുന്നതിലും എള്ളിടാം. കൂടാതെ നമ്മൾ പലഹാരങ്ങൾ ഉണ്ടാക്കാം. അപ്പം എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് എള്ളും കൂടി ഇടാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ എള്ളും കൂടി ഇടുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ, നമ്മുടെ കൊഴുപ്പ്, നമ്മുടെ ഹൃദയത്തിനും അതുപോലെ തന്നെ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഒക്കെ നല്ലതാണ് എള്ള് എന്ന്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ എള്ളിൻ്റെ ഗുണം നമുക്ക് പൂർണ്ണമായിട്ടും ഒന്നും കൂടെ കിട്ടും അല്ലേ. അപ്പോൾ അത്തരം പലഹാരങ്ങളെല്ലാം കഴിക്കുന്നതിനുള്ള ദൂഷ്യവശങ്ങൾ ഒന്ന് കുറയ്ക്കാൻ ഈ എള്ള് സഹായിക്കും. പിന്നെ പ്രസവിച്ച സ്ത്രീകളാണെങ്കിൽ നമ്മൾ അപ്പങ്ങളും എല്ലാം ഉണ്ടാക്കുന്നത് എള്ളെണ്ണയിലായിരിക്കും. കൂടാതെ തന്നെ നമുക്ക് എള്ളെണ്ണ അവർക്ക് കഴിക്കാനും കൊടുക്കാറുണ്ട്. അപ്പം ഈ എള്ളെണ്ണ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഒരുപാട് തരത്തിലുള്ള എള്ള് കിട്ടും. എള്ള് കിട്ടിയാൽ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ അതൊന്ന് കഴുകി ഉണക്കി വെക്കണം. ഇനി എള്ളെണ്ണ വീട്ടിലുണ്ടാക്കാനും ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം നമുക്ക് ഡെയിലി രാവിലെ 1 ടീസ്പൂൺ എള്ളെണ്ണ വെറും വയറ്റിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ആ എള്ളെണ്ണ ഒരിക്കലും മാർക്കറ്റിൽ നേരിട്ട് വാങ്ങാതെ നോക്കണം. അത് എളുപ്പമായിരിക്കും. നല്ലപോലെ കഴുകി ഉണക്കി എടുക്കുന്ന എള്ള് ആട്ടിക്കഴിഞ്ഞാൽ നല്ല എള്ളെണ്ണ ലഭിക്കും. അത് നമുക്ക് നല്ലപോലെ ഭദ്രമായി അടച്ചു വെക്കാം. ആവശ്യത്തിന് എടുത്ത് മാറ്റി വെച്ച് ബാക്കി ഭദ്രമായി അടച്ചു വെച്ചാൽ ഒരുപാട് കാലം അത് കേടുവരാതെ ഇരിക്കും. അപ്പോൾ നമുക്ക് കഴിക്കേണ്ടുന്ന എള്ളെണ്ണ നമുക്ക് അങ്ങനെ തന്നെ വീട്ടിൽ നിന്നും എടുക്കാവുന്നതാണ്. ഇപ്രകാരത്തിൽ എള്ള് നമുക്ക് ആരോഗ്യപരമായ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ആഹാരത്തിൽ എള്ളിനെ ഉൾപ്പെടുത്താം.